നമസ്കാരം. ഓ ഓ ഓ കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. നവാധികശതതമ സർഗ 109 സർഗത്തിലെ 30 തുടങ്ങി 39 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ശ്ലോകം 30. അമൃഷ്യമാണ പുനരുഗ്രതേജ നിശമ്യ തന്യാസ്തികവാക്യഹേതും അഥാബ്രവീത്വം നൃപതേസ്തനൂജോ വിഗർഹമാണോ വചനാനി തസ്യ. സത്യം ച ധർമ്മം ച പരാക്രമം ച ഭൂതാനുകമ്പാം പ്രിയവാദിതാം ച ദ്വിജാതിദേവാതിഥിപൂജനം ച പന്ഥാനമാഹുസ്ത്രിദിവസ്യ സന്തഃ. തേനൈവമാജ്ഞായ യഥാവദർത്ഥ ഏകോദയം സംപ്രതിപദ്യ വിപ്രാഹ ധർമ്മം ചരന്തഃ സകലം യഥാവത് കാംക്ഷന്തി ലോകാഗമമപ്രമത്താഃ. നിന്ദാമ്യഹം കർമ്മകൃതം പൃഥുസ്തദ് യസ്ത്വാമഗൃഹ്ണാദ് വിഷമസ്തബുദ്ധിം ബുദ്ധാനയൈവം വിധയാചരന്തം സുതാസ്തികം ധർമ്മപഥാദപേതം. യഥാ ഹി ചോരഃ സ തഥാ ഹി ബുദ്ധഃ തഥാഗതം നാസ്തികമത്ര വിദ്ധി തസ്മാദ്ധി ശങ്ക്യതമപ്രജാനാം സ നാസ്തികേനാഭിമുഖോ ബുധഃ സ്യാത്. ത്വത്തോ ജനാ പൂർവതരേ ദ്വിജാച്ഛ ശുഭാനി കർമാണി ബഹൂനി ചക്രുഃ ചിത്വാ സദേമം ച പരം ച ലോകം തസ്മാദ്ദ്വിജാ സ്വസ്തികൃതം ഹുതം ച. ധർമ്മേ രഥാ സത്പുരുഷൈ സമേതാ സ്വേജസ്വിനോ ദാനഗുണപ്രധാനാഃ അഹിംസകാ വീതമലാച്ഛ ലോകേ ഭവന്തി പൂജ്യാ മുനയഃ പ്രധാനാഃ. ഇതി ബ്രുവന്തം വചനം സരോഷം രാമം മഹാത്മാനമദീനസത്വം ഉവാച പഥ്യം പുനരാസ്തികം ച സത്യം വചസാനൂനയം ച വിപ്രഃ. ന നാസ്തികാനാം വചനം ബ്രവീമ്യഹം ന നാസ്തികോഹം ന ച നാസ്തി കിഞ്ചന സമീക്ഷ്യകാലം പുനരാസ്തികോ ഭവം ഭവേയകാലേ പുനരേവ നാസ്തികഃ. സ ചാപി കാലായമപാഗതഃ ശനൈർയഥാ മയാ നാസ്തികവാഗുദീരിതാഃ നിവർത്തനാർത്ഥം തവ രാമകാരണാത് പ്രസാദനാർത്ഥം ച മയൈതദീരിതം. ഈ സർഗത്തിലെ അവസാനത്തെ ശ്ലോകമാണിപ്പോൾ പാരായണം ചെയ്തത്. 39ാമത്തെ ശ്ലോകം. സത്യം പാലിക്കുന്നതാണ് ലോകനീതി എന്ന് രാമൻ സമർത്ഥിക്കുകയാണ്. ലോഭം കൊണ്ടോ മോഹത്താലോ അജ്ഞാനത്താലോ ഒന്നും സത്യത്തെ നാം വെടിയരുത്. ആരും സത്യത്തെ അനാദരിക്കുന്നവനെ മാനിക്കുകയില്ല എന്നൊക്കെ രാമൻ പറഞ്ഞിട്ട് തുടർന്ന് പറയുകയാണ് വീണ്ടും. ശ്ലോകം 20.
ശ്ലോകം 30 തുടങ്ങി 39 വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. ശ്ലോകം 30. അമൃഷ്യമാണ പുനരുഗ്രതേജ നിശമ്യ തന്നാസ്തികവാക്യഹേതും അഥാബ്രവീത്തം നൃപതേസ്തനൂജോ വിഗർഹമാണോ വചനാനി തസ്യ. നാസ്തികമായ വാക്യത്തിനുടമയായ ജാബാലിയെ കേട്ടിട്ട് സഹികെട്ട് ഉഗ്രതേജസ്സായ രാജസുതൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഖണ്ഡിച്ചും കൊണ്ട് വീണ്ടും പറഞ്ഞു. ശ്ലോകം 31. സത്യം ച ധർമ്മം ച പരാക്രമം ച ഭൂതാനുകമ്പാം പ്രിയവാദിതാം ച ദ്വിജാതിദേവാതിഥിപൂജനം ച പന്ഥാനമാഹുസ്ത്രിദിവസ്യ സന്തഃ. മഹാന്മാർ സത്യം, ധർമ്മം, ശൂരത, ഭൂതാനുകമ്പ, പ്രിയവാദിത്വം, ദേവബ്രാഹ്മണാതിഥിപൂജ എന്നിവയെ സ്വർഗത്തിലേക്കുള്ള വഴികളായി പറഞ്ഞിരിക്കുന്നു. ശ്ലോകം 32. തേനൈവമാജ്ഞായ യഥാവദർത്ഥ മേഘോദയം സംപ്രതിപദ്യ വിപ്രാഹ ധർമ്മം ചരന്തഃ സകലം യഥാവത് കാംക്ഷന്തി ലോകാഗമമപ്രമത്താഹ. ശ്ലോകം 32 അർത്ഥം. അതിനാൽ തന്നെ വിപ്രന്മാർ ഇപ്രകാരം ഏക മനസ്സായി യാഥാർത്ഥ്യം ഗ്രഹിച്ച് അപ്രമത്തരായി ധർമ്മം ആചരിക്കുന്നവരായി പുണ്യലോകാഗമം കാക്ഷിക്കുന്നു. ശ്ലോകം 33. നിന്ദാമ്യഹം കർമ്മകൃതം പിതുസ്തദ് യസ്ത്വാമഗൃഹ്ണാദ് വിഷമസ്തബുദ്ധിം ബുദ്ധാനയൈവം വിധയാചരന്തം സുനാസ്തികം ധർമ്മപഥാദപേതം. ധർമ്മപഥത്തിൽ നിന്നും തെറ്റി നാസ്തിക വഴി കൈക്കൊണ്ട് ഈ ബുദ്ധിയും കൊണ്ട് നടക്കുന്ന വിപരീത ബുദ്ധിയായ ഭവാനെ സ്വീകരിച്ച അച്ഛൻ്റെ ആ കൃത്യത്തെ ഞാനിപ്പോൾ നിന്ദിക്കുന്നു. ശ്ലോകം 34. യഥാ ഹി ചോരസ്സ തഥാ ഹി ബുദ്ധ തഥാഗതം നാസ്തികമത്ര വിദ്ധി തസ്മാദ്ധിയ ശങ്ക്യതമ പ്രജാനാം സ നാസ്തികേനാഭിമുഖോ ബുധ സ്യാത്. ശ്ലോകം 34 അർത്ഥം. ചോരൻ എപ്രകാരമോ അപ്രകാരം തന്നെ ബൗദ്ധൻ, അങ്ങനെ തന്നെ നാസ്തികനും. അതുകൊണ്ട് പ്രജകൾക്ക് ഏറ്റവും സംശയിക്കപ്പെടേണ്ടവനായി തോന്നുന്ന, അതായത് ശങ്കിക്കപ്പെടേണ്ടവൻ എന്ന അർത്ഥവും കൂടി ഇതിൽ പറയാം, ഒരുവനാണ് നാസ്തികൻ എന്ന് പറയുന്നത്. അഭിജ്ഞർ അവർക്ക് മുഖം കൊടുക്കാറില്ല, അവരോട് ആഭിമുഖ്യം കാണിക്കാറില്ല. ശ്ലോകം 35. ത്വത്തോജനാ പൂർവതരേ ദ്വിജാച്ഛ ശുഭാനി കർമാണി ബഹൂനി ചക്രു ഛിത്വാ സദേമം ച പരം ച ലോകം തസ്മാദ്വിജാ സ്വസ്തികൃതം ഹുതം ച. ശ്ലോകം 35 അർത്ഥം. ആകയാൽ അങ്ങയേക്കാൾ പൂർവീകരായ ദ്വിജന്മാർ വളരെയേറെ ശുഭകർമ്മങ്ങൾ ചെയ്തു. ഇഹവും പരവും നേടിയിട്ട് ആ ദ്വിജന്മാർ ഹോമാദി കർമ്മങ്ങളും ദാനാദികളും അനുഷ്ഠിച്ചു. ശ്ലോകം 36. ധർമ്മേ രഥാ സത്പുരുഷൈ സമേത തേജസ്വിനോ ദാനഗുണപ്രധാനാഃ അഹിംസകാ വീതമലാച്ഛലോകേ ഭവന്തി പൂജ്യാ മുനയ പ്രധാനാഃ. ശ്ലോകം 36 അർത്ഥം. ധർമ്മനിരതരും സജ്ജനസംഘമുള്ളവരും തേജസ്വികളും ദാനഗുണത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നവരും അഹിംസാവർത്തികളും നിർമ്മലരുമായ മുനിമാർ ലോകത്തിൽ പൂജ്യരായി വർത്തിക്കുന്നു. ശ്ലോകം 37. ഇതി ബ്രുവന്തം വചനം സരോഷം രാമം മഹാത്മാനമദീനസത്വം ഉവാച പദ്യം പുനരാസ്തികം ച സത്യം വചസ്സാനുനയം ച വിപ്രഃ.
ശ്ലോകം 37 അർത്ഥം. ഇപ്രകാരം രോഷത്തോടെ പറയുന്നവനും വീര്യം നിറഞ്ഞവനും മഹാത്മാവുമായ രാമനോട് പണ്ഡിതനായ ആ ജാബാലി അനുനയത്തോടെ സത്യവും ആസ്തികവുമായ വാക്കുകൾ പറഞ്ഞു. ശ്ലോകം 38. നാസ്തികാനാം വചനം ബ്രവീമൃഹം നാസ്തികോഹം ന ച നാസ്തി കിഞ്ചന സമീക്ഷ്യകാലം പുനരാസ്തികോ ഭവം ഭവേയകാലേ പുനരേവ നാസ്തികഃ. ഞാൻ നാസ്തികരുടെ വചനമല്ല പറയുന്നത്. ഞാൻ നാസ്തികനും അല്ല. ഒന്നിനും അസ്തിത്വമില്ല എന്നും പറയുകയില്ല. സന്ദർഭമനുസരിച്ച് നാസ്തികനോ ആസ്തികനോ ആവും. ശ്ലോകം 39. സ ചാപി കാലോയമപാഗത ശനൈർ യഥാ മയാ നാസ്തികവാഗുദീരിത നിവർത്തനാർത്ഥം തവ രാമകാരണാത് പ്രസാദനാർത്ഥം ജമയൈതദീരിതം. ശ്ലോകം 39 അർത്ഥം. 109 സർഗത്തിലെ അവസാനത്തെ ശ്ലോകമാണ്. സന്ദർഭം വന്നെന്നു തോന്നിയതുകൊണ്ട് നാസ്തിക വാക്കുകൾ ഉച്ചരിച്ചു. അങ്ങയെ തിരിച്ചു കൊണ്ടുപോവലാണ് പറയുമ്പോഴുള്ള ഉദ്ദേശം, അല്ലാതെ മറ്റൊന്നുമല്ല. അതിനായി അങ്ങയെ പ്രസാദിപ്പിക്കുവാനായിരുന്നു ഞാൻ ഈ വചനങ്ങളെല്ലാം പറഞ്ഞത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.